അയ്യോ, ബാങ്കിൽ നിന്നൊരു നോട്ടീസ് വന്നിട്ടുണ്ട്. മൊറട്ടോറിയം പീനൽ ഫോർ വായിക്കാൻ പോലും പറ്റുന്നില്ല. ഇതൊക്കെ നോട്ടീസ് തന്നെയാണ് ബാങ്കിൻ്റെ. ഞാൻ എന്തിനാ ബ്രെയിൻ ഉപയോഗിക്കുന്നത്? ഏനോട് ചോദിച്ചാൽ പോരെ. ഈ മൊറട്ടോറിയം എന്നാൽ എന്താണ്? സിമ്പിളായി പറയൂ. മൊറട്ടോറിയത്തെ ലളിതമായി പറഞ്ഞാൽ അത് ഒരു താൽക്കാലികമായ ഇടവേളയാണ്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് വായ്പ റീപേയ്മെന്റ്സ് അല്ലെങ്കിൽ അടയ്ക്കാനുള്ള ചിലതെല്ലാം ഒരു നിശ്ചിത കാലത്തേക്ക് നീട്ടിവെക്കാൻ അനുമതി നൽകുന്ന ഒരു അവധി പോലെയാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് അടയ്ക്കാൻ തിരക്കില്ല, എന്നിട്ട് ആ സമയം കഴിഞ്ഞ് മറ്റുവിടെ തുടരുമെന്ന പോലെ. അയ്യോ, ഇത് ഇത്ര സിമ്പിളായിരുന്നു. ഞാൻ വെറുതെ കൺഫ്യൂഷൻ അടിച്ചു. നിങ്ങൾക്കും ഇതുപോലെ ഒരു സാഹചര്യം വന്നിട്ടുണ്ടോ? വരൂ, നമുക്കിത് AI ഉപയോഗിച്ച് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. പീനൽ ചാർജസ് എന്നാൽ എന്താ? പീനൽ ചാർജസ് എന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും അടയ്ക്കേണ്ടത് വൈകിട്ടോ അല്ലെങ്കിൽ നിബന്ധനകൾ പാലിക്കാതിരിക്കുകയോ ചെയ്താൽ അതിനായി നൽകുന്ന ഒരു പിഴയാണെന്ന് പറയാം. അതിനാൽ കുറച്ച് അധികം തുക അടയ്ക്കേണ്ടി വരും. അതൊരു തരത്തിലുള്ള പിഴ വെക്കൽ എന്നാണ്. ഓക്കെ. ഇനി ഫോർക്ലോഷർ എന്നാലാ? ഫോർക്ലോഷർ എന്നത് ഒരു വായ്പയോ ലോണോ എടുത്ത ശേഷം അത് തിരിച്ചടയ്ക്കാൻ കഴിയാതെ വന്നപ്പോൾ ബാങ്ക് അഥവാ വായ്പദാതാവ് ആ ആസ്തി പിടിച്ചെടുക്കുന്ന പ്രക്രിയയാണ്. അതായത് നിങ്ങൾ വീട്ടു വായ്പ എടുത്തിട്ട് അതിന്റെ പണം അടച്ചില്ലെങ്കിൽ ആ വീട് ബാങ്ക് പിടിച്ചെടുക്കും. ഇതാണ് ഫോർക്ലോഷർ. കഠിനമായ വാക്കുകൾ കണ്ട് ടെൻഷൻ ആകണ്ട. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ AIയോട് ചോദിക്കൂ. ഉത്തരം സെക്കൻഡ്സിൽ കിട്ടും.